ശ്രീബർത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് എനിക്ക് വാട്സപ്പിൽ ഒരു ക്വസ്റ്റ്യൻ വരികയുണ്ടായി. നെഗറ്റീവ് എനർജിയെ സെൻസ് ചെയ്ത് അറിയാൻ സാധിക്കുമെന്നൊരു ക്വസ്റ്റ്യൻ വരികയുണ്ടായി. അതായത് പോസിറ്റീവ് എനർജിയെ സെൻസ് ചെയ്ത് അറിയാൻ സാധിക്കും എന്ന് പറഞ്ഞപ്പോൾ നെഗറ്റീവ് എനർജിയെ സെൻസ് ചെയ്ത് അറിയാൻ സാധിക്കുമെന്നൊരു ക്വസ്റ്റ്യൻ വരികയുണ്ടായി. അപ്പം ഞാൻ ഈ വാട്സപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ബേസിൽ ഒരു വീഡിയോ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് പേരിലേക്ക് എത്തട്ടെ, ആർക്കെങ്കിലുമൊക്കെ അറിയാൻ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഒരുപാട് പേരുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അത് ഉപകാരപ്പെടുന്നവർക്ക് അത് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെ വെച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഞാൻ പറയുകയുണ്ടായി, ഹീലിംഗ് ടൈമിൽ നമുക്ക് നിങ്ങളുടെ ശരീരത്തിലേക്ക് സെൻഡ് ചെയ്യുന്ന ആ എനർജിയെ സെൻസ് ചെയ്ത് അറിയാൻ സാധിക്കും എന്ന് പറഞ്ഞപ്പോൾ ചോദിക്കുകയുണ്ടായി, എങ്ങനെയാണ് നെഗറ്റീവ് എനർജിയെ സെൻസ് ചെയ്ത് അറിയുക? അപ്പം നെഗറ്റീവ് എനർജിയെ സെൻസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയൊരു ഡിഫിക്കൽട്ടായിട്ടൊരു കാര്യമല്ല. കാരണം വളരെ എളുപ്പത്തിൽ സെൻസ് ചെയ്ത് അറിയാൻ സാധിക്കുന്ന ഒന്നാണ് നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത്. കാരണം നമ്മൾ ലിഫ്റ്റിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു അകാരണമായിട്ടൊരു ക്ഷീണം അല്ലെങ്കിൽ ഒരു തലവേദനയൊക്കെ പെട്ടെന്ന് വരും. അപ്പോൾ അത് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അത്തരത്തിൽ എനർജിയുള്ള ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിങ്സ് ആണത്. ചില ആൾക്കാർ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നും, അവരുടെ പ്രസൻസ് തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും. അപ്പോൾ അത് അത്തരത്തിലൊക്കെ വരുന്ന സമയത്ത് അവരിൽ ഒരുപാട് നെഗറ്റീവ് എനർജി അവരറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതല്ല കേട്ടോ. കാരണം അവരുടെ ജീവിത രീതികൾ, അവരിടപെടുന്ന ആൾക്കാർ, അവരുടെ മെഡിറ്റേഷനും അവരുടെ പ്രാർത്ഥനയുടെയൊക്കെ അളവ് കുറയുന്നത് കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അല്ലാതെ അവരെ മനഃപൂർവ്വം അവരത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അത് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമുക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം, നിങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളുടെ കാര്യം, നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് എനർജി നിൽക്കുന്നുണ്ട്, അത്തരത്തിലാണ് നിങ്ങൾക്ക് ഇതിന് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വരുന്നത്. അതുകൊണ്ട് മാക്സിമം എന്ത് ചെയ്യാം, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക, മാക്സിമം മെഡിറ്റേഷൻ ചെയ്യുക. നമുക്കറിയാവുന്ന എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടോ അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാം. അതേപോലെ തന്നെ നമ്മൾ ചില വീടുകളിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും അല്ലേ, വളരെ തലവേദന, അങ്ങനത്തെ അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ വരും. അവിടെ ഒന്ന് ഇരിക്കാൻ തോന്നാത്ത ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയാൽ മതി എന്നൊക്കെ തോന്നും. അങ്ങനെയൊക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ അവിടെ ആ നെഗറ്റീവ് എനർജി നമ്മൾ സെൻസ് ചെയ്ത് അറിയുന്നത് കൊണ്ട് നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ചില സമയത്ത് നമുക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം വരിക. ചില സമയത്ത് നമുക്ക് അറിയില്ല, നമുക്ക് വല്ലാത്ത ദേഷ്യം തോന്നും, വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നും. എല്ലാത്തിനോടും ഒരു വൈരാഗ്യ ബുദ്ധിയോടൊക്കെ നമ്മൾ പെരുമാറുന്നതും നമ്മളിൽ എവിടുന്നെങ്കിലുമൊക്കെ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരികയും ആ നെഗറ്റീവ് എനർജി നമ്മളുടെ ക്യാരക്ടറിനെ ബാധിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. അതായത് ഞാൻ നേരത്തെ പറയുകയുണ്ടായി ഒരു വീഡിയോയ്ക്ക്, കുറച്ച് കല്ലുപ്പിട്ട് ശകലം ഒരു നുള്ളു കല്ലുപ്പിട്ട വെള്ളത്തിൽ ആഴ്ചയിൽ ഒരു ദിവസമോ 2 ദിവസമോ ഒക്കെ ഒന്ന് കുളിക്കുന്നത് വഴി ഓറ ക്ലെൻസിങ് ഒക്കെ ഓട്ടോമാറ്റിക്കലി നടക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാമെങ്കിൽ ഇതിൽ നിന്നൊക്കെ വളരെ ഈസി ആൻഡ് അഫോർഡ്ലെസ് ആയിട്ട് നമുക്ക് പുറത്തു വരാൻ സാധിക്കും. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വരികയുണ്ടായി, വളരെ ചിന്തകൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ വരുന്നു, ഒരുപാട് ബുദ്ധിമുട്ടുന്നു ചിന്തകൾ കൊണ്ട്. അപ്പോൾ ആ വ്യക്തിക്ക് തന്നെ അറിയാം ആ വ്യക്തിയുടെ ചിന്തകളാണ് പ്രശ്നമെന്ന്. അപ്പോൾ ചിന്തകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നു, അത് കാരണം മെഡിറ്റേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് പക്ഷേ ചുറ്റിനും തൻ്റെ ദുഃഖങ്ങൾക്കെല്ലാം കാരണം ചുറ്റിനുമുള്ള പലരുമാണ്, താൻ വളരെ ക്ലിയർ ആണ് എന്ന് കരുതുന്ന കുറേ അധികം ആൾക്കാരുണ്ട് അല്ലേ. എൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണം ഞാനല്ല, മറിച്ച് എൻ്റെ ചുറ്റിനും നിൽക്കുന്നവരാണ് എന്ന് കരുതുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു പോകുന്നത് കൊണ്ട് നമുക്ക് തോന്നുന്നൊരു വികാരമാണത്. ഞാൻ പെർഫെക്റ്റ് ആണ്, എൻ്റെ ചുറ്റിനുമുള്ളവർക്കാണ് മാറ്റം വേണ്ടത്. ഇങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഇവിടെ മാറ്റം വേണ്ടത് നിങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഓവർ തിങ്കിങ് ആണ് നിങ്ങളുടെ പ്രശ്നമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ ഓവർ തിങ്കിങ് കൊണ്ടാണ് നിങ്ങൾക്ക് മെഡിറ്റേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാത്തത്. അപ്പം ഇങ്ങനെ ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു കാര്യത്തിലും സാറ്റിസ്ഫൈഡ് അല്ല. വ്യക്തി ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ സാറ്റിസ്ഫൈഡ് അല്ല, ഉറങ്ങുമ്പോൾ സാറ്റിസ്ഫൈഡ് അല്ല, അപ്പോൾ ഒരു കാര്യത്തിലും ഒരു ജോലിയിലും സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ ഒരു കാര്യത്തിനകത്തും സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ വരുന്നുണ്ടെങ്കിൽ അവിടെ ഓവർ തിങ്കിങ് ആണ് നമ്മുടെ മെയിൻ പ്രശ്നം. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആ ചിന്തയെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെയൊക്കെ അട്രാക്റ്റ് ചെയ്തെടുക്കുക. നമ്മൾ നിരന്തരമായിട്ട് ഒരു കാര്യം ചിന്തിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അട്രാക്റ്റ് ചെയ്ത് വരും. അപ്പം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്ത് വരും. പക്ഷേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഓവറായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതും ഒരു ബുദ്ധിമുട്ടാണ്. കാരണം അതും ഒരു തലവേദനയായിട്ട് മാറും. കാരണം നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു കൂട്ടും അല്ലേ. അപ്പോൾ ഈ ചിന്തകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ
അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകണമെന്ന് പറയുന്നത്. ആ ഒരു അവസ്ഥ എന്ന് ഞാനിവിടെ സൂചിപ്പിച്ചതിന് കാരണം, മെഡിറ്റേഷൻ നമുക്ക് നിർബന്ധപൂർവം ചെയ്യിക്കാൻ കഴിയുന്ന ഒന്നല്ല. നമ്മൾ മനസ്സോടുകൂടി, നമ്മുടെ ഇഷ്ടത്തോടു കൂടി, അത്രയും താല്പര്യത്തോടു കൂടി ചെയ്തെങ്കിൽ മാത്രമേ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. മെഡിറ്റേഷനിലോട്ട് വരിക. മെഡിറ്റേഷനിലോട്ട് വന്നതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന അത്ഭുതകരമായിട്ടുള്ള മിറാക്കിൾസ് എന്ന് പറയാം, അത്ഭുതങ്ങൾ, ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. നിങ്ങളൊരു സ്പിരിച്വൽ ജേണിയിലോട്ട് പോവുകയാണെങ്കിൽ മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ്. എന്താണ് സ്പിരിച്വൽ ജേണി എന്ന് അടുത്തൊരു ക്വസ്റ്റ്യൻ വരികയുണ്ടായി. അതായത് അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, എന്താണ് സ്പിരിച്വാലിറ്റി? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മതഗ്രന്ഥങ്ങൾ വായിക്കുന്നതും ഒരുപാട് മന്ത്രങ്ങൾ ജപിക്കുന്നതും ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോകുന്നതുമാണോ സ്പിരിച്വാലിറ്റി എന്നാണ് ആ ചോദ്യത്തിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയത എന്ന് പറയുന്നത് ഞാൻ ആരാണ്, എനിക്കുള്ളിൽ എന്താണ്, ശരിക്കും എന്നിൽ നടക്കുന്ന, അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന ഈ ഒരു ശരീരം, ഈ ശരീരത്തിന് ആ ഒരു ആത്മാവ് അല്ലെങ്കിൽ ശരീരം, ഇതൊക്കെ എന്താണ് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിൽ വരികയാണെങ്കിൽ നമുക്ക് 100% ഉറപ്പിക്കാം. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്? ഞാൻ ആരാണ്? എൻ്റെ ജനനത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ജന്മത്തിൻ്റെ, എൻ്റെ ജനനം കൊണ്ട് എന്താണ് ഈ വേൾഡിന്, ഈ ലോകത്തിന് ആവശ്യമായിട്ടുള്ളത്? എന്നിലൂടെ എന്താണ് ഈ ലോകത്തിന് കൊടുക്കാനുള്ളത്? എൻ്റെ ആത്മാവിൻ്റെ പർപ്പസ് എന്താണ്? ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒരു കാരണവുമില്ലാതെ നിങ്ങളുടെ മനസ്സിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലോട്ട് കടക്കുന്നു എന്ന് പറയാം. അപ്പോൾ നിങ്ങളുടെ ആ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ആരും ചോദിച്ചിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ അല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് തോന്നിയ ഒരു ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ആൾ ആരാണ്? നിങ്ങളുടെ സോളാണ്. അപ്പോൾ അത് സ്പിരിച്വാലിറ്റി എന്ന് പറയാം. അല്ലാതെ ഒരുപാട് ക്ഷേത്രങ്ങൾ സഞ്ചരിക്കുന്നതും ഒരുപാട് ആത്മീയമായിട്ടുള്ള രീതികളിൽ പോകുന്നതുമൊക്കെ സ്പിരിച്വാലിറ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഒരു തരത്തിലൊരു ആത്മീയതയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ആത്മീയത എന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്, ഞാൻ എന്താണ്, ഞാൻ ആരാണ്, എൻ്റെ ആത്മാവിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ എൻ്റെ ജനനത്തിൻ്റെ ആ ഒരു ഉദ്ദേശം എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒരു കാര്യവുമില്ലാതെ നിങ്ങളുടെ മനസ്സിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ ജേണിയിലാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ മെഡിറ്റേഷനിലോട്ട് വരിക. നിങ്ങൾക്ക് ഉത്തരങ്ങൾ സ്വയം, നിങ്ങളുടെ ആത്മാവ് അല്ലെങ്കിൽ നിങ്ങളുടെ ശ്വാസം, അതൊക്കെ നിങ്ങളുടെ ശ്വാസത്തിന് ശ്രദ്ധിക്കുന്ന മെഡിറ്റേഷനിലൂടെ ശ്വാസം ഗുരുവായിട്ട് മാറുകയും നിങ്ങൾ ആരൊക്കെയായിട്ട് കണക്റ്റഡ് ആവേണ്ടത് അവരുമായിട്ടൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്റ്റഡ് ആകാൻ സാധിക്കുകയും ചെയ്യും. അതൊരു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ഒരു മറുപടി ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് വന്നൊരു ക്വസ്റ്റ്യനാണ് ഹീലിംഗ്. നേരത്തെയും ഞാൻ ഇതിനെക്കുറിച്ച് പറയുകയുണ്ടായി. ഹീലിങ്ങിലൂടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഹീലിങ്ങിലൂടെ നടക്കുക? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹീലിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഹീലർ എത്ര ദൂരെയാണെങ്കിലും, ഇപ്പം ഓൺലൈൻ ഹീലിംഗ് എടുക്കുന്ന സമയത്ത് ആ ഹീലിംഗിൻ്റെ ഒരു 2-3 മിനിറ്റുകൾക്ക് അപ്പുറത്തേക്ക് ആ എനർജി പാസ് ചെയ്യുന്നത് മുന്നിലിരിക്കുന്ന ക്ലയൻറ്റിന് വ്യക്തമായിട്ടും സെൻസ് ചെയ്യാൻ സാധിക്കും. ആ സെൻസ് ചെയ്യുന്ന സമയത്ത് ആ ക്ലയൻറ്റിൻ്റെ ഇന്ന ചക്രാസിലാണ് ബ്ലോക്ക് എന്നുള്ളത് ഒരു ഹീലർക്ക് മനസ്സിലാക്കിയെടുക്കാനും സാധിക്കും. ഇത്തരത്തിൽ ഹീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ചക്രാസ് ഓപ്പൺ ആകൂ എന്ന് പറയും. ചക്രാസ് ഓപ്പൺ ആകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ചക്രാസ് ഒരു പൂ വിരിയുന്നത് പോലെ അല്ലെങ്കിൽ താമര വിരിയുന്നത് പോലെ വിരിയുകയും പിന്നീട് അത് ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും കറങ്ങും. അപ്പോൾ ഇത്തരത്തിൽ കറങ്ങാൻ തുടങ്ങുന്ന ചക്രാസിൻ്റെ എഫക്റ്റ് ഹീലിങ്ങിന് ശേഷം ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായി തുടങ്ങും. ആ ഹീലിങ്ങിൻ്റെ എനർജി എത്രത്തോളമാണ് നിങ്ങളിലേക്ക് സെൻഡ് ആയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പിന്നെ ഒരുപാട് കാര്യങ്ങൾ കണക്റ്റഡ് ആയിട്ട് വരികയും നിങ്ങൾ ഓട്ടോമാറ്റിക്കലി മാറി ചിന്തിക്കുകയും പുതിയ വഴികളിലേക്ക് എത്തിപ്പെടുകയും ഒക്കെ ചെയ്യും. അപ്പം ഹീലിംഗ് അങ്ങനെയാണ്. അപ്പം നിങ്ങളുടെ കർമാസിനെ ഹീൽ ചെയ്യും. മുൻജന്മ കർമാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഹീൽ ചെയ്യും. അതുകൊണ്ട് ഈ ജന്മത്തിൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ബാഡ് കർമാസ് ഉണ്ടെങ്കിൽ ഒരു ഹീലർ അതിനെയും ഹീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ഹീൽ ചെയ്ത് തരുന്ന നിങ്ങളുടെ ഓറ, നിങ്ങളുടെ ചക്രാസ്, ഇതെല്ലാം പിന്നീട് കൊണ്ട് നടക്കേണ്ടി അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി നിങ്ങൾക്കുണ്ട്. അപ്പം എല്ലാം നിങ്ങൾ ഹീലറിനെ ഏൽപ്പിക്കരുത്. അപ്പം പിന്നീട് എപ്പോഴെങ്കിലും ഭാവിയിൽ ഒരു 2-3 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്കൊരു പ്രശ്നം വരുന്ന സമയത്ത്
നിങ്ങൾക്ക് തന്നെ സ്വയം അതിനെ ക്ലെൻസ് ചെയ്യാനും ഹീൽ ചെയ്യാനും നിങ്ങളുടെ മെഡിറ്റേഷനിലൂടെ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിന്യൂസ് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ബ്ലോക്കുകളൊക്കെ ഓട്ടോമാറ്റിക്കലി റിമൂവ് ചെയ്യും. ഓട്ടോമാറ്റിക്കലി അത് സംഭവിക്കും. നാച്ചുറലി അത് സംഭവിച്ചു പോകും. അപ്പോൾ ഒരു ഹീലർ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആ ഹീലർ ചെയ്യും. കാരണം ആ ഹീലർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹീലറുടെ മെഡിറ്റേഷന്റെ പവറും ആ ഹീലറുടെ അന്നേരത്തെ ഉണ്ടാകുന്ന മാനസികാവസ്ഥ നല്ല ക്ലിയർ ആൻഡ് ക്രിസ്റ്റൽ. എപ്പോഴും ഒരു ഹീലർ തന്റെ മനസ്സിന്റെ സ്ട്രെസ്സിനെയും സ്ട്രെയിനെയും ഒക്കെ കൺട്രോൾ ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഒരു കാര്യങ്ങളും എന്നെ സംബന്ധിച്ച് ഒരു ഹീലിംഗ് സെക്ഷനൊക്കെ ഏറ്റെടുക്കുമ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടി അത്രയും ഒരു സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അല്ലെങ്കിൽ എത്ര വലിയ ടെൻഷൻസ് ആണെങ്കിലും അതിനെയൊക്കെ ഇപ്പം ഒരു പ്രത്യേക രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് അറിയാം. അപ്പം അങ്ങനെ ഹാൻഡിൽ ചെയ്തുകൊണ്ടാണ് ഓരോ ഹീലിംഗ് സെക്ഷനും ഓരോ ഹീലറും എടുക്കുക. അപ്പം അതുകൊണ്ട് എനിക്ക് കണ്ണു അടച്ച് പറയാൻ സാധിക്കും, നിങ്ങളെ ഒരു ഹീലറുമായിട്ട് കണക്ട് ചെയ്യുന്നത് നിങ്ങളല്ല ഒരു ഹീലറെ തിരഞ്ഞെടുക്കുന്നത്, മറിച്ച് യൂണിവേഴ്സാണ് നിങ്ങളൊരു ഹീലറുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് 100% ഷുവറായിട്ട് അല്ലെങ്കിൽ 100% ഉറപ്പോടുകൂടി നിങ്ങൾക്ക് വിശ്വസിക്കാം നിങ്ങൾ കറക്റ്റായ റൂട്ടിലാണ് പോകുന്നത്. കാരണം ഒരു ഹീലറെ കണക്ട് ചെയ്യുക എന്ന് പറയുന്നത് ആ യൂണിവേഴ്സിന്റെ എനർജിയാണ് ഒരു ഹീലറെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുക. നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ട്, നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആകേണ്ട ആളാണ്, അതുകൊണ്ട് നിങ്ങൾ ഇന്ന ഹീലറുമായിട്ട് കണക്റ്റഡ് ആകുക എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഹീലറെ തിരഞ്ഞെടുക്കാൻ നിങ്ങളുടെ മനസ്സിലേക്ക് തോന്നിപ്പിക്കുന്നത് നിങ്ങളെ പ്രപഞ്ചമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനകത്ത് സംശയങ്ങളൊന്നും തന്നെ വേണ്ട. അപ്പം അത്യാവശ്യം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു. സമയപരിമിതി മൂലം കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. പിന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലൊരു ചിന്തയോടുകൂടി ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ആർക്കെങ്കിലുമൊക്കെ ഹീലിംഗുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നമ്പർ ഞാൻ കൊടുത്തേക്കാം. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അതിനകത്ത് ശനി ഞായർ നൈറ്റ് 8 to 9 ലോ ഓഫ് അട്രാക്ഷൻ്റെ ഫ്രീ ക്ലാസ്സസ് ഉണ്ട്. ജെൻസിനും ഫീമെയിൽസിനും സെപ്പറേറ്റ് 2 ഗ്രൂപ്പാണുള്ളത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. സോ മറ്റൊരു വീഡിയോയിൽ കാണും വരെ താങ്ക്സ് ഓൾ.